പ്രിയപ്പെട്ട കുട്ടികളാകുന്ന നല്ല സുഹൃത്തുക്കളെ, ഓണാവധിയായി. ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്കൂളും തുറക്കും. ഇനി 7 ദിവസം കൂടെ ഉള്ളൂ. ഈ 7 ദിവസം മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക. ദാറ്റ് മീൻസ് ഫിസിക്കൽ എൻജോയ്മെൻറ്റ് വിത്ത് പ്ലേ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ സ്ക്വയർ കളിക്കുക എന്ന് പറയും, ഞൊണ്ടിത്തുടിൽ കളിക്കുക, കബഡി കളിക്കുക. ഇപ്പോഴും വടംവലിയുണ്ട്, വടംവലിക്ക് പോവുക. അല്ലെങ്കിൽ അടിച്ചുചോട്ടം എന്ന് പറയും, അങ്ങനെയുണ്ട്. സാറ്റ് കളിക്കുക. ഓണത്തിൻ്റെ മെയിൻ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ആൺപെൺ വ്യത്യാസമില്ലാതെ തിരുവാതിര കളിക്കുക. അപ്പം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇന്ന് അന്യം നിന്ന് പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് ദേശീയ കായിക ദിനമാണ്. ഈ ദേശീയ കായിക ദിനത്തിലെങ്കിലും നന്നായി വേർത്ത് അല്പനേരം കളിക്കാൻ നോക്കുക. കാരണം ശരീരം വിയർക്കാതെ നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യത്തില്ല. നന്നായി വിയർക്കുന്ന ശരീരത്തിൽ നിന്ന് ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും. ബ്രെയിന് 2 ഹെമിസ്ഫിയറാണുള്ളത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. എൻ്റെ വലങ്കൈ ഇങ്ങനെ പൊക്കുന്നു എങ്കിൽ എൻ്റെ ഇടത്തെ ബ്രെയിനാണ് അതിൻ്റെ പിന്നാലെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് നല്ല ഭക്ഷണം വേണം, ശരിക്കുള്ള വ്യായാമം വേണം, പിന്നെ ആഴമായ ബ്രീത്തിങ് വേണം. ഈ ബ്രീത്തിങ്ങിന് നമുക്ക് വേണമെങ്കിൽ ശ്വാസം എടുക്കുന്നതിന് വേണമെങ്കിൽ പ്രഭാതത്തിൽ പോയി നമുക്ക് പ്രഭാതത്തിലെ സ്വതന്ത്രമായ എന്ന് വെച്ചാൽ റോഡരികിൽ പോകരുത്, മരത്തിൻ്റെയൊക്കെ, അതൊക്കെ ആൽമരത്തിൻ്റെയൊക്കെ പ്രത്യേകത ഇതുകൊണ്ടാണ്. എന്തിനാണ് അമ്പലത്തിൽ ആൽമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമരത്തിൽ നിന്നുണ്ടാകുന്ന ഓക്സിജൻ, അവിടെ ആൽമരത്തിൻ്റെ കീഴിലിരുന്നാൽ ചൂട് കുറയും. അതിൽ നിന്ന് കിട്ടുന്ന ശ്വാസം നിങ്ങളെ നന്നായിട്ട്, നിങ്ങളുടെ ബ്രെയിനെ, നിങ്ങളുടെ തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കും. ഇനി ആൽമരം വേണ്ട, ആൽമരം തിരക്കിപ്പാനൊക്കത്തുള്ളൂ. ബോധിസത്വനോ ബുദ്ധനൊന്നുമല്ല നമ്മളൊക്കെ, നമുക്ക് കിട്ടുന്നിടത്ത്. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം ചെയ്യണേ, വീടിൻ്റെ മുറ്റത്ത് ഒരു വേപ്പ് നട്ടു വെക്കണം. ആല് നട്ടാൽ നല്ലതാണ്, പക്ഷേ ആല് വലിയ മരമായിപ്പോവും. പിന്നെ അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ താഴോട്ടിറങ്ങി വരും. എന്നാൽ ഒരു വേപ്പുണ്ടെങ്കിൽ ആ വേപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് നല്ല ബ്രീത്തിങ് എടുക്കാം. ഇപ്പോൾ ഈ ഓണക്കാലത്ത് കുട്ടികളോട് 2-3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നല്ല വ്യായാമം, നല്ല ബ്രീത്തിങ്, എൻജോയ് ചെയ്യുക ലൈഫ്. എന്നിട്ട് ഈ ഓണക്കാലത്ത് ഒരു ഉപകാരങ്ങൾ ചെയ്യണം. വീട്ടിലെവിടെങ്കിലും ഒരു ചെറിയ മരം, അത് ഞാൻ പറഞ്ഞ വേപ്പ് തന്നെ ഞാൻ പറയാൻ കാര്യം, വേപ്പ് നിങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ അത് നിങ്ങളെ ഏത് രോഗത്തിൽ നിന്നും പ്രതിരോധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം. ഇന്ന് ദേശീയ കായിക ദിനമാണ്. അത്യാവശ്യം ഓടിച്ചാടി കളിക്കുക. നന്മയുടെ ദിവസം. ജോൺസൺ കരൂർ.